സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ്സും ലേണിംഗ് ഡിസബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത് ഈ കുട്ടി ഗ്ലോബലായിട്ട് എല്ലാ കാര്യത്തിലും അവർക്ക് പിന്നോട്ട് ആയിരിക്കും. മാത്സിലും ഇംഗ്ലീഷിലും സയൻസിലും എല്ലാത്തിലും ഈ കുട്ടിക്ക് മാർക്ക് കുറവായിരിക്കും. അത് മാത്രമല്ല ഈ കുട്ടിക്ക് ചിലപ്പോൾ ഫാമിലിയിലുള്ള ചിലപ്പോൾ പാരൻസ് രണ്ടുപേരും അല്ലെങ്കിൽ ഫാദർ കള്ളുപിടിച്ചിട്ട് തന്നെയായിരിക്കും, വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് മാർക്ക് കുറയണേ. അത് കറക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം മാറും. അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചർ പറയണ അവന് മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ ഇവന് ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കാണും. ഇപ്പോൾ കണ്ണിന് കാഴ്ചക്കുറവ്, ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യാത്ത കാഴ്ചക്കുറവ് കാണാം. ഇപ്പോൾ ബോർഡിൽ എഴുതുന്ന വായിക്കാൻ പറ്റുന്നില്ല, ചെവി ശരിക്കും കേൾക്കുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ടും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ കുട്ടീനെ ലേണിംഗ് ഡിസബിലിറ്റി പോലെയുള്ള കണ്ടീഷൻസ് സസ്പെക്ട് ചെയ്യുന്നത്. ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനായിരിക്കും ചിലപ്പോൾ പ്രശ്നം. മേ ബി അവന് എഴുതാനായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ വായിക്കാനായിരിക്കും പ്രശ്നം, മനസ്സിലാക്കുന്നതിലായിരിക്കും, അല്ലെങ്കിൽ കണക്ക് ഇതിലായിരിക്കും പ്രശ്നം. കൂടാതെ IQ നോർമൽ, എബോവ് നോർമൽ ആയിരിക്കാം. അങ്ങനെയുള്ള കുട്ടീനെ മാത്രമേ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടീന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അവിടെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ കുട്ടീനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റില്ല. അതേസമയം സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടീനെ നമുക്ക് ചിലപ്പോൾ സാധാരണഗതിയിൽ ആ കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ചിലപ്പം മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള IQ ലെവൽ കുറഞ്ഞിട്ടുള്ള കുട്ടിയായിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്.